ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബോയ BY-M1 എന്ന് പറയുന്ന ഒരു ചെറിയ ലെവലിയർ മൈക്കാണ്. അതായത് ഒരു കോളർ മൈക്കാണ്. ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്രോഫോൺ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നോർമലായിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോണിലുള്ള ഡീഫോൾട്ട് മൈക്രോഫോൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ അത്രത്തോളം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഓഡിയോ നമുക്ക് കിട്ടാറില്ല. അതുപോലെ തന്നെ ഒരുപാട് നോയ്സുകൾ ഇതിലേക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഇപ്പോൾ വണ്ടികൾ പോകുന്നതും അതുപോലെ തന്നെ മറ്റ് കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഈ ഒരു മൈക്കിലേക്ക് വന്നിട്ട് വീഡിയോയിൽ അത്ര നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് സാധാരണ കിട്ടാറില്ല. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബജറ്റ് സെഗ്മെന്റിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബോയ BY-M1 എന്ന് പറയുന്ന മൈക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു പാക്കേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് പോയിട്ടൊന്ന് നോക്കാവുന്നതാണ്. എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. കത്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സാധനം എന്താ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മളുടെ മൈക്ക്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഇനി ഒരു പേപ്പർ കൂടെ ഉണ്ട്. അതിൻ്റെ ബില്ലാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് അതിന് പറഞ്ഞുതരാം. 750 രൂപയാണ് ഇതിന് ബില്ലായിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൈക്ക് ഇതാണ് ബോയ BY-M1 എന്ന് പറയുന്ന ലെവലിയർ മൈക്രോഫോൺ. അപ്പോൾ ഈ ഒരു പാക്കിലാണ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിലാണ് നമുക്കൊരു മൈക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മൈക്കിൻ്റെ ചെറിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോയ BY-M1 എന്നുള്ളൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാം സൂപ്പർബ് സൗണ്ട് ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ്. അതായത് പ്രസൻറ്റേഷനും വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഒരു മൈക്കാണ് ഈ ബോയ BY-M1. ഇത് നമുക്ക് സ്മാർട്ട് ഫോൺസിലും ക്യാംകോഡേഴ്സിലും DSLR-ലും ഓഡിയോ റെക്കോർഡേഴ്സിലും PC-യിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്സൊക്കെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റിംഗ് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 1995 രൂപയാണ്. അതായത് 2000 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. പക്ഷേ നമുക്കിത് 750 രൂപയ്ക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു പൗച്ചാണ്. ഈ ഒരു പൗച്ചിലാണ് നമ്മൾ മൈക്കിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സിലായിട്ട് ഓക്കെ ഒരു യൂസർ ഗൈഡ് നമുക്ക് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു 14 പേജുള്ള ഒരു യൂസർ ഗൈഡും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാറണ്ടി കാർഡും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പൗച്ചിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതിലാണ് നമ്മളുടെ മൈക്ക് വരുന്നത്. ഇതിലെന്തൊക്കെയുണ്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു പൗച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ലെതർ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൊരു മൈക്കാണ്. ഇതിൻ്റെ വയർ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൊണ്ടെടുക്കാൻ, അതായത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എവിടേക്കെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൗച്ചിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൗച്ച് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. എന്തായാലും വെട്ടിക്കട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് 2 കവറുകളിൽ ഇത് ഓക്കെ, ഇത് ഒരു ക്ലിപ്പാണ്. അതായത് നമുക്ക് മൈക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ഫൈൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പായിരുന്നു. പക്ഷേ ഇതിൽ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റൽ ക്ലിപ്പാണ്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കട്ടെ. പിന്നെ ഈ പൗച്ചിൽ സിലിക്ക കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഇരിക്കട്ടെ. പിന്നെ അടുത്തായിട്ട് വേറൊരു കവർ കൂടെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇതിലിടാനുള്ളൊരു ബാറ്ററി വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരു ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിൻസ്ക്രീനാണ്. അതായത് നമുക്ക് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വരുന്ന നോയിസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാൻസൽ ചെയ്യും. എന്തായാലും ഇതും കൂടി ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു ബോക്സിൽ നമുക്കിതാ ഈ ഒരു 1/4 അഡാപ്റ്റർ കൂടെ കിട്ടുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു മൈക്കിൻ്റെ ഈ ഒരു 3.5mm ഈ ഒരു ജാക്ക് നമ്മൾ DSLR-കളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ക്യാമറയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് ഈ ഒരു പിന്നിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ യൂസ് എന്തായാലും നമുക്കില്ല, ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബോയ BY-M1 എന്ന് പറയുന്ന മൈക്രോഫോൺ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത് ഒരു ഏകദേശം 6 മീറ്ററോളം, അതായത് 20 അടിയോളം നമുക്ക് ഇതിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടൻസറാണ്. അതായത് സൗണ്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ വോയിസ് ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു കണ്ടൻസർ ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. എന്തായാലും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ക്വാളിറ്റി ഉള്ളൊരു വയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് തന്നെയാണ്. ഇതൊക്കെ മെറ്റലാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കുന്നതാണ്, പക്ഷേ മെറ്റലാണ്. അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇതൊരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മെറ്റലാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. എന്തായാലും മൈക്കോടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഈ ഒരു വിൻസ്ക്രീൻ നമുക്ക് മൈക്കിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു സംഭവം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മളുടെ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവമാണ് ഈ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിപ്പും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ സംഭവം വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ വയർ അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൽ കിട്ടുന്നത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ബാറ്ററി കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഈ ബാറ്ററിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടൻസറിൽ നമുക്ക് ഇടാനുള്ളതാണ് ഈ ഒരു ബാറ്ററി. അതിനായിട്ട് ഈ ഒരു കണ്ടൻസർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബാറ്ററി നമ്മൾ ഇടേണ്ടത്. ഇതിൽ പ്ലസ് ഇതാണ് പ്ലസ് ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഇതിലൊന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് ക്യാമറാസ്, അതുപോലെ തന്നെ ഓഫ് ഓർ സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ക്യാമറാസിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് ഈ ഒരു പിന്നു കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ക്യാമറകളിൽ, അതായത് DSLR-ലൊക്കെ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഓഫ് ചെയ്തിടാം. അതായത് ഇത് ഓഫായി കിടക്കുന്ന സമയത്ത് ഇത് സ്മാർട്ട് ഫോണിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇട്ട ഈ ഒരു ബാറ്ററീൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാമറാസിന് വേണ്ടി മാത്രമാണ്. സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഓഫായി കിടക്കും. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇതിൽ ആ സമയത്ത് ബാറ്ററിയുടെ ആവശ്യമില്ല. എന്തായാലും നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബാറ്ററി കൂടെ ഇട്ടു എന്ന് മാത്രം. ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു മൈക്കിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനിതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു ക്ലിപ്പ് അതുപോലെ തന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതും മെറ്റലാണ്. പിന്നെ ആകെ ഒരു പ്ലാസ്റ്റിക് വരുന്നത് ഈ ഒരു സംഭവത്തിൽ മാത്രമാണ്. പിന്നെ ഇത് നോർമലായിട്ട് പ്ലാസ്റ്റിക്കിനെ കിട്ടുക. പിന്നെ ഇതിൽ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മൈക്ക് തന്നെയാണ് ബോയ BY-M1. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മൈക്കിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാത്തത്. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡോറിനും ഔട്ട്ഡോറിലൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ ഒരു മൈക്ക് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും